നമ്മളോട് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോഗ്യത്തെ ചോദിച്ചു വാങ്ങാനും പറഞ്ഞു. സലുല്ലാഹൽ ആഫിയ, നിങ്ങൾ അല്ലാഹുവിനോട് ആരോഗ്യത്തെ ചോദിച്ചു വാങ്ങണം. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത് വആഫിനാ ഫീമൻ ആഫൈത്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആഫിയത്ത് തരണമെന്ന് ദുആ ചെയ്തു. ഇവിടെ സുബഹിയുടെ കുനൂത്തിൽ നമ്മുടെ ദുആ, അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത്, അല്ലാഹുവേ ഞങ്ങളെ സന്മാർഗങ്ങളിൽ നീ പെടുത്തണേ അല്ലാഹ്. വആഫിനാ ഫീമൻ ആഫൈത്, അല്ലാഹുവേ ആരോഗ്യം നൽകിയവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ആഫിയത്ത് നൽകിയവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ എന്നുള്ളൊരു ദുആ. സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരന്തരമായി ദുആ ചെയ്യാറുള്ളൊരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയത ഫിദ് ദുനിയ വൽ ആഖിറ. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയത ഫിദ് ദുനിയ വൽ ആഖിറ. അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് നീ ആഫിയത്ത് തരണേ അല്ലാഹ്. എന്താ ദുനിയാവിലെ ആഫിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ആരോഗ്യം. ദുനിയാവിലുള്ള ആഫിയത്ത് ആരോഗ്യമാണ്, എന്നാൽ ആഖിറത്തിലുള്ള ആഫിയത്ത് അവിടെയുള്ള സുഖങ്ങളാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയത ഫിദ് ദുനിയ വൽ ആഖിറ. അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് നീ ആഫിയത്ത് തരണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു. അടുത്ത ദുആ, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയത ഫീ ദീനിനാ വദുനിയാനാ വഅഹ്ലിനാ വമാലിനാ. അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയ. അല്ലാഹുവേ, എനിക്ക് നീ അഫ്വ് നൽകണേ അല്ലാഹ്. എന്താ അഫ്വ് എന്ന് പറഞ്ഞാൽ? മാപ്പ്. അഫ്വ് എന്ന് പറഞ്ഞാൽ മാപ്പ്. ആഫിയത്ത് എന്ന് പറഞ്ഞാൽ ആരോഗ്യം. അല്ലാഹുവേ, എനിക്ക് നീ അഫ്വ് നൽകണേ അല്ലാഹ്, എനിക്ക് നീ മാപ്പ് നൽകണേ അല്ലാഹ്. വൽ ആഫിയ, ആരോഗ്യവും എനിക്ക് നീ നൽകണേ അല്ലാഹ്. എവിടെ? ഫീ ദീനിനാ വദുനിയാനാ. അല്ലാഹുവേ, ഞങ്ങളുടെ ദീനിൽ നീ അഫ്വ് നൽകണേ അല്ലാഹ്. ദീനിയായ ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ ഒരുപാട് പിഴവുകൾ വരാനുള്ള സാധ്യതകളുണ്ട്, തെറ്റുകൾ വരാനുള്ള സാധ്യതയുണ്ട്. മനുഷ്യന്മാരാകുമ്പോൾ നിയന്ത്രിക്കാൻ കഴിയാതെ അനിയന്ത്രിതമായി അവരിൽ നിന്ന് വരുന്ന പാപങ്ങൾ അല്ലാഹുവേ നീ പുറത്തു തരണേ എന്ന് ദുആ ചെയ്യുകയാണ്, മാപ്പ് തരണേ എന്ന് ദുആ ചെയ്യുകയാണ്. പിന്നെയോ വൽ ആഫിയ, ആരോഗ്യം തരണം. ഫീ ദീനിനാ വദുനിയാനാ, ഞങ്ങളുടെ ദുനിയാവിൽ, വഅഹ്ലിനാ വമാലിനാ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ സമ്പാദ്യങ്ങളിൽ സുഖവും സൗകര്യവും ആഫിയത്തും, പിഴവുകൾ വന്നാൽ മാപ്പും നൽകണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബഹിയുടെ ശേഷം എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഈ ദുആ നമ്മളും പ്രാർത്ഥിക്കണം. ഈ ദുആ എല്ലാ ദിവസവും സുബഹി നിസ്കാരം കഴിഞ്ഞാൽ നമ്മളും ദുആ ചെയ്യണം. കാരണം ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയാണ് അവന്റെ ആയുധം. എന്ത് ചോദിച്ചാലും തരാൻ അല്ലാഹു തയ്യാറാണെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു പറഞ്ഞത് എന്താണ് ഖുർആനിൽ? ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് തരാമെന്നാ പറഞ്ഞത്. ചോദിക്കുന്നതിന് കണക്കില്ല, ലിമിറ്റില്ല, പരിധിയില്ല, പരിമിതിയില്ല. എത്ര വേണമെങ്കിലും നമ്മൾക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാം, എത്ര വേണമെങ്കിലും അല്ലാഹുവിനോട് ദുആ ചെയ്യാം. ഹലാലായ എന്തു വേണമെങ്കിലും നമ്മൾക്ക് അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങാം. ദുആക്കുത്തരമുള്ള സമയമുണ്ട് സുബഹിയുടെ മുമ്പ്. ആ സമയത്ത് എന്തു വേണമെങ്കിലും ചോദിച്ചോളൂ എന്നാണ് അല്ലാഹു പറഞ്ഞത്. ആരോഗ്യം വേണ്ടവർ ആരോഗ്യം, സമ്പത്ത് വേണ്ടവർ സമ്പത്ത്, അഫ്വ് വേണ്ടവർ അങ്ങനെ, അഭയം വേണ്ടവർ അങ്ങനെ, സ്വർഗം വേണ്ടവർ, നരകത്തിൽ നിന്ന് അഭയം വേണ്ടവർ, ഇങ്ങനെ എന്ത് വേണമെങ്കിലും അല്ലാഹുവിനോട് ചോദിക്കാൻ അല്ലാഹു നമ്മൾക്ക് ദുആക്ക് ഇജാബത്തുള്ളൊരു സമയം തന്നിട്ടുണ്ട്. ആ സമയത്തെയാണ് തഹജ്ജുദിന്റെ സമയമെന്ന് നമ്മൾ പറയാറുള്ളത്. ആ സമയത്ത് ഇരു കരങ്ങളും ഉയർത്തി ഞാൻ ചോദിക്കട്ടെ,